വലിയ ചിരിയൊന്നും വേണ്ട. എല്ലാരും പറയും എനിക്ക് ബുദ്ധിയില്ല ഞാൻ മണ്ടനാന്നൊക്കെ. സത്യം. എല്ലാരും കളിയാക്കും. റോഡിൽ കൂടെ പോകുന്ന കാക്കയും പൂച്ചയും വരെ എന്നെ കളിയാക്കി തുടങ്ങി. ഉള്ളതല്ലേ? എന്നെ നന്നാക്കാൻ നോക്കും എല്ലാരും. എന്തിനു വേണ്ട ഇവൻ വരാ എന്നെ കുറ്റം പറഞ്ഞു തുടങ്ങി. പക്ഷെ നിനക്കതിനുള്ള യോഗ്യതയില്ല. നീയാണ് തെറ്റി. ഇനി എന്തെങ്കിലും പറഞ്ഞാല് ആടിച്ച് നിന്റെ വായിലെ പല്ലിയാൻ പൊഴി. എടാ അത് പൂവാണടാ, അത് അതിന് നാക്കും മൂക്കൊന്നുമില്ല തിരിച്ചു പറയാൻ. എനിക്കറിയായിരുന്നു നീ അതിനകത്ത് ഇടപെടുന്നു. നിന്റെ പല്ലിന്റെ കാര്യമാണ് പറഞ്ഞു. അതുകൊണ്ട് നീ ഓർത്തു വെച്ചോ, നീയാണ് തെറ്റി, അമ്പിളിക്കുട്ടനാണ് ശരി. പണി ഇവിടെയാണല്ലോ. മേശിരി 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 പിന്നെ ഈ കൊട്ടാരങ്ങളിലൊന്നും പണി പിടിക്കില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ കൊട്ടാരത്തിന്റെ പുറകിൽ വലിയൊരു കഥയുണ്ട്. പ്രേതബാധയെ കൊല്ലം ഉണ്ടായാലേ എനിക്ക് വല്ലാത്ത പേടിയാണ്. എന്റെ പൊന്നു മേശിരി, ഇന്നത്തെ കാലത്ത് ഈ മേശിരി ജീവിക്കുന്നത്. എന്തായാലും അങ്ങനല്ലടേ. ഇതിപ്പം ഭൂമിയിൽ ദൈവം ഉണ്ടെന്ന് നീ വിശ്വസിക്കുന്നുണ്ടാ? അങ്ങനെയാണെങ്കിൽ ഇതേപോലുള്ള ദുരാത്മാക്കൾ പ്രേതാത്മാക്കളൊക്കെ ഉണ്ടാവും. എന്റെ പൊന്നു മേശിരി, വിശ്വാസമാവാം, പക്ഷെ അന്ധവിശ്വാസം പാടില്ല. എന്നാലും നിന്റെ ഒരു ബലത്തിലാണ് ഞാൻ വന്നത്. ഇത് കണ്ട ആ പിള്ളേർ അവിടെ ഇവിടെ കെട്ടി വെച്ചിരുന്നാണ്. അത് തകടൊക്കെ ആയിരിക്കും ജപിച്ചു കിട്ടി. പിന്നെ ഡോറോട് നകത്ത് കയറണ്ടേ? നകത്ത് കയറാൻ വേണ്ടി ഓരോന്ന് കാണിച്ചു വെച്ചോളൂ. എന്തിനാണ് പണി? പണി എന്തിനാണെന്ന് അറിഞ്ഞു. അവർ എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു. ആര് വിളിച്ചത്? ഇവിടുത്തെ ഒരു മെയിൻ ആള് തമ്പി അത്യാഹം. എന്തോന്ന് പറഞ്ഞ്? പുള്ളി എന്നെ വിളിച്ച് പറഞ്ഞു ഇവിടെ എന്തോ ഒരു പണിയുണ്ട്. പിന്നെ അവസാനം പറഞ്ഞു വയ്യ. ഇല്ലാത്ത ആളായിരിക്കും. പിന്നെ പറഞ്ഞു മടുത്തു. സംസാരിച്ച മടുത്തതായിരിക്കും. എന്തോ പണി പറഞ്ഞില്ലേ? പണി എന്താണെന്ന് ഞാൻ മറന്നു. ഈ മേശ ഫോൺ ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിച്ചു നോക്കടാ. അയ്യോ, ഫോൺ എടുത്ത് വിളിക്കാക്കൂല. ഞാൻ ഇടയ്ക്ക് ചില കുസൃതിയെ കാണിക്കും. കുസൃതി? അതെനിക്ക് ബോറടിച്ചപ്പോഴേ ഞാൻ ഈ ഫോണിന്റെ ഭാഷ മാറ്റിട്ട് ചൈനീസ് ആക്കി. വൈകുന്നേരം വരെ തപ്പുവിന്റെ സെറ്റിങ്സ്. അപ്പൊ എനിക്ക് സമയം പോകും. രസമാണത്. പിന്നെ മേശരി, പണി എന്തൊക്കെ കൊള്ളാം. പണി തുടങ്ങുന്നതിന് മുന്നേ എന്നെ കൊള്ളാന്ന് പറയുന്ന ഒരു പണിക്കാരൻ നീ മാത്രമേ ഉള്ളൂ. അതല്ലെന്ന് ഇവിടെ പണിയുമ്പോ നോക്കി കണ്ടൊക്കെ പണിയണം. അതെന്തോന്ന്? ഇവിടുത്തെ കംപ്ലീറ്റ് പണികളും പണ്ട് ചെയ്തോണ്ടിരുന്നത് എന്റെ അപ്പൂപ്പനാ. പിന്നെന്തിപ്പം ചെയ്യാത്തത് പുള്ളി? അപ്പൂപ്പനെ ഭയങ്കര പണിയാണ്. ഗൾഫിൽ അറബിയില്ലേ, അവര് കൊട്ടാരമൊക്കെ വെക്കുമ്പോ അപ്പൂപ്പനെയാണ് പറഞ്ഞു കൊടുത്തത്. അത് ശരി, അറബിയുടെ പണിയൊക്കെ ചെയ്യും. അങ്ങനെ ഒരു അറബി പണി ഇഷ്ടപ്പെട്ടിട്ട് അപ്പൂപ്പന് ഒരു കാറൊക്കെ സമ്മാനമായിട്ട് കൊടുത്തു. കാർ? ഏത് കാറടെ? കാറ് മറ്റേ വലിയ ടയറൊക്കെ ഉള്ള. എല്ലാ കാറിനും ടയറുണ്ടല്ലോ. അല്ല, ഒരു പഴയ സിനിമ ഉണ്ടല്ലോ പണ്ടത്തെ, ഈ സ്ത്രീകളൊക്കെ ഉപദ്രവിക്കുന്നു കണ്ടും തള്ളിയിട്ട്. ഹമ്മർ. പിന്നെ അതുപോലെ നമ്മളിവിടെ ഒരു സിനിമാടനുണ്ട്. പുള്ളിയുടെ വീട് എപ്പോ പണിഞ്ഞാലും അപ്പൂപ്പനാണ് പോകുന്നത്. ആ സിനിമാടന്റെ വീട്? അതും ഇതുപോലെ പേര് നാക്കിന്റെ തുമ്പിലുണ്ടേ. നമ്മൾ ഈ ചായക്കടയിലൊക്കെ കണ്ണാടി പെട്ടി ഇരിക്കുമല്ലോ, ഒരു മഞ്ഞ കളറിൽ ചപ്പാത്തി പോലെ. ബോളി? നിവിൻ പോളി. അപ്പൂപ്പൻ പണിക്കൊന്നും പോകാറില്ലേ? അപ്പൂപ്പ ഇപ്പൊ പണിക്കൊന്നും പോകുന്നില്ല. പുള്ളിക്ക് ഭയങ്കര മറവി. അൽഷിമേഴ്സ് ഉണ്ടാ? അറിഞ്ഞൂടാ, ഞാൻ ഷർട്ടില്ലാതെ അപ്പൂപ്പനെ ഇതുവരെ കണ്ടിട്ടില്ല. ഇതാരെന്നറിയാമോ? ഇവിടുത്തെ പഴയ വലിയ നർത്തകിയാണ്. എന്റെ അപ്പം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. നാഗവല്ലി എന്നാണ് പേര്. അയ്യോ, എന്തൊരു സ്ട്രക്ചർ എന്റെ അമ്മച്ചി. അടിച്ച കൗണ്ടർ വീണ്ടും അടിക്കല്ലേ? ആരും അടിച്ചില്ല, നമ്മളെപ്പോ അടിച്ചത്. പണ്ട് മണിച്ചിത്രത്തിൽ മോഹൻലാൽ അടിച്ചതാണ്. അടിച്ചായിരുന്നു? അത് പുള്ളിയുടെ കുറ്റം. നമ്മളെ എടാ അമ്പിളിക്കുട്ടാ, ഈ കട്ടിലിന്റെ കാലിന് ആട്ടം ഉണ്ട് കേട്ടാ. കട്ടിലിന്റെ കാലിന് ഒരു ഓട്ടോ ഉണ്ട്. ഞാനൊരു ഓട്ടോ മേടിച്ച് വീട്ടിട്ടേക്കുന്നു. ഓട്ടോ ഇല്ല, സീറ്റ് അടയ്ക്കാനും പറ്റുന്നില്ല. എന്ത് ചെയ്യും? What a well executed and hilarious comedy. രാജാവ് നാട് നീങ്ങിക്കൊണ്ട് കൊള്ളാം. അല്ലായിരുന്നു ഇപ്പൊ ഇത് പറഞ്ഞ നിന്റെ തലയും വെട്ടിയാണ്, കേട്ട എന്റെ ചെവിയും വെട്ടിയാണ്. ഓരോന്നും കൊണ്ട് പണിയെങ്കിൽ പെട്ടെന്ന് പണിയൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം കേട്ടോ. എല്ലാം ഞാൻ പറഞ്ഞു പഠിപ്പിച്ചു തരാം. ശരി, ഒരു തുറന്ന പുസ്തകം തന്നെ. കട്ടിലിന്റെ കാലാണ് നോക്കാൻ പറഞ്ഞത്. പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞോണ്ടോ എല്ലാവരും തന്നെ പണിക്ക് കൊണ്ടുപോകാത്തത്. ഇവിടെ അമ്പിളിക്കുട്ടാ, ഇവിടെ ഇരിക്കാൻ എന്തെങ്കിലും ഉണ്ടാടേ? ഇരിക്കാൻ ഇതൊക്കെ എടുത്തിട്ട് എടാ എന്തൊന്ന് മനസ്സിലായത്? അത് ഇവിടുത്തെ ഈ നർത്തകി ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങളാണ്. ആമാടപ്പെട്ടി. ഏതൊക്കെ ആഭരണങ്ങൾ ഉണ്ടെന്ന് അറിയാമോ? എന്റെ അപ്പൂപ്പ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മാങ്ങാമാല, ജീരകമാല, മുളക് മാല, പിന്നെ കടുകുമണി മാല, വെളുത്തുള്ളി മാല. എന്റെ പേരെന്തോന്ന്? ആമാടപ്പെട്ടി. മേശരിയെ പറ്റിച്ചാണ്. ഇത് ആമാടപ്പെട്ടിയുടെ ഫിഗർ ചെയ്യുന്ന പലവ്യഞ്ജന കട. ശരി തന്നെ കേട്ടോ. നല്ല മാലയൊക്കെ ഉണ്ട് ഇതിനകത്ത്. ചുമ്മാ ഇതൊന്ന് നോക്കട്ടെ, കൊള്ളാമെന്ന്. ആവശ്യമില്ലാത്ത പണി നീ കാണിക്കരുത്. എനിക്ക് ഒന്നാമതെ പേടിയാണ് കേട്ടോ. എന്തിന് ഇവിടെ എനിക്ക് പേടിയുണ്ട്. ഇവിടെ ഒന്നും പണിയായി ഇന്നത്തെ കാലത്തല്ലേ ജീവിക്കുന്നത്. എന്നാലും ഭൂമിയിൽ ദൈവം ഉണ്ടെങ്കിൽ ദുരാത്മാക്കളും ഉണ്ടാവും. എന്റെ മേശരി, വിശ്വാസം വേണം, പക്ഷെ അന്ധവിശ്വാസം പാടില്ല. ഇതൊക്കെ നിട്ടു നോക്കായിരുന്നില്ല. കണ്ണാടി ഉണ്ട് അവിടെ എങ്ങാനും? എടുത്തോണ്ട് പോകരുത്. മരിയുന്നു കണ്ണാടി ഇവിടെ എവിടെയെങ്കിലും കാണാൻ ഞാൻ നോക്കട്ടെ. ശരി പാടി, ഞാൻ ചുമ്മാ നിട്ടു നോക്കട്ടെ. ഇതൊക്കെ ആദ്യമായിട്ട് കിട്ടും. ശമ്പളം ചോദിച്ചോണ്ട് പറഞ്ഞു കേട്ടോ. തരാം, പറഞ്ഞിട്ട് കാര്യമില്ല.
മുറിച്ചേ ഇല്ല. ഇവിടെ പറിച്ച് തന്നെ മുറിച്ചു കൂട്ടാം. ഇവിടെ എവിടെയും കയറി പോവല്ലേ. അമ്പിളിക്കുട്ടൻ പറഞ്ഞു ശരി തന്നെ, ഞാനൊരു തുറന്ന പുസ്തകമാണ്. ഉറക്കവും വരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ അമ്പിളിക്കുട്ടൻ പറഞ്ഞു ഈ കാര്യം ശരിയായിരിക്കും. വിശ്വാസം ആകാം, അന്ധവിശ്വാസം പാടില്ല. എന്തിനു പേടിക്കണം? അമ്പിളിക്കുട്ടൻ എന്റെ കൂടെ ഇല്ലേ? വേണ്ട. என்னடா நாகவல்லி ஆடும் போது ராமநாதம் பார்த்துட்டே இருக்கு. ஆளு ஆளல மபசனி தப மசசா சமம மதத தசசாம தோம் 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 மபசனி தப மசசா சமம மதத தசசாம தத்தரிகிட தகதம் தரிகிட தகதிம் தரிகிட தகஜனு தகதித்தில்லான தகதி தரிகிட தித்தில்லான தகதி தரிகிட ஜனு ததிமித தரிகிட தோம் 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 மபசனி தப மசா. അയ്യോ എനിക്ക് വയ്യ. എന്നെ ഒന്നും ചെയ്യില്ല നാഗവല്ലി, എന്നെ ഒന്നും ചെയ്യില്ല. മേച്ചിരിക്ക് ഭ്രാന്താണോ? എന്താ ഞാൻ ചുമ്മാ മേച്ചിനെ പേടിപ്പിച്ചില്ലേ? ഇങ്ങനെയാണോ പേടിപ്പിക്കുന്നത്? ഞാൻ ജീവൻ പോയെന്ന്. ഇവിടെ ബാധയും തേങ്ങയൊന്നും ഇല്ലെന്ന്. പോടാ, എന്തായാലും അങ്ങനെയല്ല. എടാ, ഭൂമിയിൽ ദൈവം ഉണ്ടെങ്കിൽ ഇതുപോലെ ദുരാത്മാക്കൾ കാണും. വിശ്വാസം വേണം മേച്ചിരി, പക്ഷെ അന്ധവിശ്വാസം പാടില്ല. എന്നാലും നമുക്ക് ഇതൊക്കെ എടുത്തിടാം. എനിക്ക് പോരാടുന്നു. ആവശ്യമില്ലാത്ത പണിയരുത്. ഒന്നാമത്തെ ജീവൻ പോയി നിൽക്കാണ്. രാജാവേ പോവാന്ന്. யாரது? ഇതൊക്കെ ആരുടെ മാതിരി ചോദിച്ചത്? யாரது? വീണ്ടും ഞാൻ അമ്പിളിക്കുട്ടായി. துரோகி, கதவை தர, தர கதவை. இன்னைக்கு துர்காஷ்டமி. உன்னை நான் கொன்னு ஓ ரத்தத்தை குடிச்சு ஓங்கார நடனம் விடுவேன். പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞ പ്രാന്തുണ്ട്. ഇപ്പൊ നിനക്ക് മനസ്സിലായാ? ഇപ്പൊ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. എന്തോന്ന്? ഇവിടുത്തെ പണി എന്തായിരുന്നു അറിയാമോ? കഴിക്കോലിന്റെ പണിയാണ്. നിനക്ക് എങ്ങനെ മനസ്സിലായി? എന്റെ പഴ ചെയ്തിട്ട് വെള്ളം മൊത്തം ചോർന്ന് കിടക്കുന്നു. അത് വെള്ളം ചോർന്നതല്ല, ഞാൻ പേടിച്ച് മൂത്രം പോയതാണ്. നിനക്ക് പേടിച്ച മൂത്രം ഒന്നും പോറില്ലേ? ഉണ്ട്. പക്ഷേ പേടിച്ചിട്ട് ഉള്ളിൽ ഭയങ്കര ചൂടായിരുന്നു. മൂത്രം ആവിയായിട്ട് പോയി. ഇതുപോലുള്ള പണിയെല്ലാം ഒപ്പിച്ചോണ്ട് വരണേ നീ. നിനക്ക് അറിയില്ലായിരുന്നു, സാധാരണ ഈ തെക്കിനി മുറികളിലാണ് പ്രേതം വരാറുള്ളത്. പിന്നെ എങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്? ഇപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. എന്തോന്ന്? അവര് പ്രത്യേകം പറഞ്ഞായിരുന്നു, എന്ത് പണി വടക്കിനി മുറിയിലാണ്, ഇവിടെ തെക്കിനി എന്നും പറഞ്ഞൊരു മുറിയുണ്ട്, കൊന്നാലും ആ മുറി തുറക്കല്ലേന്ന്. അവിടുത്തെ ഏലസാണ് വലിച്ച ഒട്ടിച്ചാ ഇട്ടേക്കുന്നത്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലടാ ഇതുപോലുള്ള മുറി എന്നെ കൊല്ലിക്കാൻ. അടിക്കുന്നില്ലേ? ഇല്ല, അടിച്ചാ വീണ്ടും മൂത്രം പോയാല. ഒരു കാര്യം ചെയ്താല മറ്റേ സാധനം ഇടാം. ഏത്?